ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ കുഴപ്പമില്ല, അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് അസീസിയ ഹോസ്പിറ്റലിൽ പോവാണ്. ഇപ്രാവശ്യം പോകുന്നത് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇപ്രാവശ്യം എൻ്റെ മദർ ഇൻ ലോയിനെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ ഒന്ന് കാണിക്കാനുണ്ട്. അപ്പോൾ അതായിട്ടാണ് ഞാൻ പോകുന്നത്. ഇത്രയും നാളും ഞാൻ എൻ്റെ ജോലി, എൻ്റെ വർക്ക് ബേസിലാണ് ഞാൻ ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഡോക്ടറിനെ കാണിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വർക്കിന് പോകുന്ന ടൈമിൽ ഫ്രീ ടൈമിൽ കിട്ടുമ്പോൾ അങ്ങനെ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രം. ഞാൻ എപ്പോഴും റെഡി ആയിട്ട് പോകുന്നത് എൻ്റെ വർക്ക് ബേസ് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, എൻ്റെ ഹോസ്പിറ്റലായിരുന്നു, ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ഇനി ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഓൾമോസ്റ്റ് അല്ല, ഫുള്ളായിട്ട് റെഡി കഴിഞ്ഞു. ഇനി നമ്മളിതാ പോവാണ്. ടൈം ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. കാരണം നമുക്ക് ഡോക്ടറിനൊക്കെ സർജറി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 12 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ നേരത്ത് പോകുന്നത്. ഓക്കെ, ബാഗ് എടുക്കാൻ പറഞ്ഞു. ദിസ് ഈസ് മൈ ബാഗ്. എനിക്ക് ഈ ബാഗ് കണ്ടാൽ എപ്പോഴും ഞാൻ വർക്കിന് പോകണം എനിക്ക് തോന്നും. കാരണം എനിക്ക് വർക്കിന് പോയ ടൈമിൽ ഞാൻ കൊണ്ടുപോയ ബാഗാണ്. നല്ലതാണ്, എനിക്ക് ഭയങ്കര കംഫർട്ട് ഫീലാണ് ഈ ബാഗ് യൂസ് ചെയ്യുമ്പോൾ. ഫുൾ ബ്ലൂ കളർ പോലെയാണെന്ന് ഞാൻ. ഡ്രസ്സ് ഒരു ഡാർക്ക്, അതിനനുസരിച്ച് ലൈറ്റ് ഷോള്, അതിനനുസരിച്ചിട്ടുള്ള ബാഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ നേരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ബസ്സിനാണ് പോണത്. ബസ് സ്റ്റോപ്പ് വരെ സ്കൂട്ടിക്ക്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് പോകുന്നത്. ഒരു 12:30 ടൈമിലായി നമ്മളെത്തി. ഈ വണ്ടി കണ്ടോ, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് ഈ വണ്ടിയിലൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ. അന്ന് ഞാൻ അവിടുത്തെ സ്റ്റാഫായിരുന്നു, പക്ഷെ അന്ന് അങ്ങനെ ആരും കയറാത്തതുകൊണ്ട് ഞാനും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ ഈ വണ്ടി വന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ വണ്ടിയിൽ കയറുന്നത്. എനിക്കിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്കുണ്ടായിരുന്നു ഈ വണ്ടിയിൽ തന്നെ കയറണം. കാരണം ഈ കയറ്റം കയറുമ്പോൾ തന്നെ നമ്മൾ കിതച്ച് ടയേർഡാവും ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട്, അത് മാത്രമല്ല ഈ വണ്ടി കയറണം എന്നുള്ളൊരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴും ഇറങ്ങിയപ്പോഴും ഈ വണ്ടിയിലായിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ ഇതാ എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൊളീഗ് അവിടെ നിൽക്കണ്ടായത്. ക്യാമറ കണ്ടപ്പോൾ തന്നെ ആൾ ഓടി. അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചി, ഇതും എൻ്റെ കൊളീഗാണ്. ചേച്ചി ആകെ നെറ്റി ഞാൻ വന്നപ്പോൾ. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഡോക്ടർ ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറച്ച് പേഷ്യൻസ് അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2 പേര് കഴിഞ്ഞിട്ട് ആൾ കയറാമെന്ന് പറഞ്ഞു. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ പ്രീന? അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. ഒരു 2 മണിയൊക്കെ ആയി. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനൊന്ന് കിടന്നു. അതിൻ്റെ വൈകുന്നേരം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണ്ടായിരുന്നു, KSFയിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളൊരു അസർ നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് കടയിലൊക്കെ കയറി. അങ്ങനെ നമ്മളവിടെ നിന്ന് നേരെ തിരിച്ചു. ഇത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്, ഓൾഡ് സ്കൂള്. എവിടെയൊക്കെ നമ്മൾ പോയാലും ചായ കുടിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ നേരെ വരുന്നത് ഈ ഒരു കടയിലാണ്. ഇതിൻ്റെ ആംബിയൻസും, എനിക്ക് ഈ കട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇവിടെ മെയിനായിട്ട് ഓർഡർ ചെയ്യണം എന്ന് വെച്ചാൽ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോൾ ഓർഡർ ചെയ്താലും നമ്മൾ ചായ വേണമെങ്കിൽ മാറ്റി പിടിക്കും, ചിലപ്പോൾ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ വാങ്ങും. പക്ഷേ നമ്മൾ വാങ്ങുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ലോഡഡ് ഫ്രൈസ് ആണ്. ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് വേറെ എല്ലായിടത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ എനിക്ക് ലോഡഡ് ഫ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്വാണ്ടിറ്റി തന്നെ അത്രയുണ്ട്. നമുക്ക് ഇപ്പോൾ 2 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഒരു 6-6:30 ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നെൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.